എല്ലാവർക്കും ശ്രീനാരായണ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. 2025 പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുന്നുണ്ടെങ്കിലും ഒരാളുടെ അവസ്ഥയെ പ്രധാനമായും സ്വാധീനിക്കുന്ന 2 ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും. ഈ 2 ഗ്രഹങ്ങളാണ് 2025 രാശിമാറ്റം നടത്തുന്നത്. ശനി സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കും, അതേസമയം വ്യാഴം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിന്നും ബുധക്ഷേത്രത്തിലേക്കുമാണ് രാശിമാറ്റം നടത്തുന്നത്. ഈ 2 ഗ്രഹങ്ങളും ഒന്നിച്ച് ശുഭസ്ഥാനത്ത് എത്തുന്നത് വളരെ കുറവാണ്. ഒന്ന് സുസ്ഥാനത്ത് വരുമ്പോൾ മറ്റത് ദുസ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ദുസ്ഥാനത്തായിരിക്കും വന്നിരിക്കുക. രണ്ടും ഒരേപോലെ ഗുണപ്രദമാകുന്ന 2 കൂറുകാരാണ് 2025 ഉള്ളത്. ഒന്ന് ഇടവക്കൂറും മറ്റേത് തുലാക്കൂറുമാണ്. ഇവിടെ ഇടവക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത്. ഇതുവരെ വ്യാഴം ഇടവക്കൂറുകാർക്ക് ജന്മസ്ഥാനത്തായിരുന്നു, ശനി അതിൻ്റെ കണ്ടകസ്ഥാനത്തും ആയിരുന്നു. ജാതകവശാൽ ഗുരു ജന്മസ്ഥാനത്ത് ഏറെ ഗുണം ചെയ്യുമെങ്കിലും ഗോചരപ്രകാരം ജന്മസ്ഥാനത്ത് അത്ര ഗുണം ഉണ്ടായിരിക്കില്ല. ഇടവൻ രാശിക്കാർക്ക് ഗുരു ജന്മത്തിൽ നിന്ന് 2ാം സ്ഥാനത്തേക്ക് മാറുകയാണ്. 2ാം സ്ഥാനം എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ സ്ഥാനമാണ്, ധനസ്ഥിതിയാണ്. സമ്പത്തും ഐശ്വര്യവും വാക്കിൻ്റെയും സ്ഥാനമാണ് 2ാം സ്ഥാനം. അതായത് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഗുരു 2ലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരു ഏറെ ഗുണാനുഭവങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാക്കുന്നത്. അതിചാരവും ഇടക്ക് വക്രവും ഒക്കെ ഗുരുവിന് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇത് വലിയ രീതിയിൽ ഇടവൻ രാശിക്കാരെ ബാധിക്കുന്നതല്ല. കഴിഞ്ഞ 2.5 വർഷമായി കണ്ടകശനിയായിരുന്ന ഇടവൻ രാശിക്കാർക്ക് 2025 മാർച്ച് 29 അത് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല, സർവേശ്വരനായ ശനി സർവാഭിഷ്ട സ്ഥാനമായ 11ലേക്കാണ് വന്നിരിക്കുന്നത്. ദോഷം കഴിഞ്ഞിരിക്കുന്നു. ശനിയും അതേപോലെ വ്യാഴവും ഒരേപോലെ ഇഷ്ടസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. ശനീശ്വരനും സർവേശ്വരനായ ഗുരുവും ഒന്നിച്ച് ഇടവൻ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാക്കുവാൻ പോവുകയാണ് 2025. ഒരു കൊല്ലക്കാലം ഗുണാനുഭവങ്ങളാണ് അവർക്ക് ഇനിയുണ്ടാകുന്നത്. ഇടവൻ രാശിയിലെ നക്ഷത്രങ്ങളായ കാർത്തികയുടെ 3 പാദം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ രാശിമാറ്റം വഴി ഏറെ ഗുണം ലഭിക്കുന്നത്, ദോഷം വിട്ടൊഴിഞ്ഞത്. ഇവർക്ക് ഇനി ഒരു വർഷക്കാലം എല്ലാ രീതിയിലുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാവുകയാണ്. ഇതുവരെ ശനി കണ്ടകസ്ഥാനത്ത് ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 2.5 വർഷമായി പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തൊഴിൽ തടസ്സം, കാര്യതടസ്സം, ബന്ധുവിരോധം, സാമ്പത്തിക നഷ്ടം, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ഥാനചലനം, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ എന്നിവയെല്ലാം നേരിട്ട് മാനസികമായി തളർന്നു പോയ അവർക്ക് അത് മാറിക്കിട്ടുവാൻ പോവുകയാണ്. ശനി നല്ല സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും ചാരവശാൽ ശുഭസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഇടവൻ രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാവുകയും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും മനസ്സിന് സന്തോഷപ്രദമായ കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അടുത്ത ഒരു വർഷം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം, ധനാഭിവൃദ്ധി, ഐശ്വര്യം, പുരോഗതി, സമാധാനം എന്നിവ ഇവർക്ക് ഉണ്ടാവും. കാർഷികാഭിവൃദ്ധി, തൊഴിൽ ഉയർച്ച, തൊഴിൽ ലബ്ധി, കിട്ടാക്കട ആയി കിടക്കുന്നത് ആ പണം തിരിച്ചു കിട്ടുക എന്നിവയൊക്കെ അടുത്ത ഒരു വർഷം ഇവർക്ക് പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ച രീതിയിലുള്ള പഠനത്തിനുള്ള അവസരങ്ങളും വിദ്യാവിജയവും എന്നിവ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് കഴിയുന്നു. മാത്രമല്ല, ഇന്ദ്രിയ സുഖം, നല്ല കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരം, ഉയർച്ച, മറ്റുള്ളവരിൽ നിന്ന് അനുകമ്പ, സഹായം,
കൈത്താങ്ങി എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാവുന്നതാണ്. സംസാരം കൂടുതൽ നന്നാക്കിയെടുക്കുവാനും മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. കുടുംബജീവിതം കൂടുതൽ സന്തോഷപ്രദമാവും. സാമ്പത്തിക വളർച്ചയും ഭദ്രതയും ഭോജനസുഖവും വിവാഹ തടസ്സം മാറിക്കിട്ടും. കച്ചവട അഭിവൃദ്ധി, അതേപോലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും, വാഹന ലബ്ധി. പൊതുവെ പറഞ്ഞാൽ ഗുരുവും ശനിയും ഇഷ്ടസ്ഥാനത്ത് വരുമ്പോൾ ഇത് എല്ലാം ഇടവൻ രാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു കാലമാണ്. ഇനി 12 വർഷം കഴിയണം ഇടവൻ രാശിക്കാർക്ക് ഗുരു 2ാം സ്ഥാനത്ത് വന്നെത്തണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് ഇടവൻ രാശിക്കാർക്ക് ആവശ്യമാണ്. എല്ലാവിധ ഗുണാനുഭവങ്ങളും വന്നു ചേരുന്നത് കൊണ്ട് അവസരവും തട്ടിക്കളയാതെ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ഈ ഒരു വർഷം ഇടവൻ രാശിക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ജീവിതത്തെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഗ്രഹങ്ങൾ ചാരവശാൽ ശുഭസ്ഥാനത്ത് നിൽക്കെ ഈ ഗുണാനുഭവങ്ങൾ എല്ലാം വേണ്ട രീതിയിൽ ലഭ്യമാകുന്നതിന് വേണ്ടി വൈഷ്ണവ പ്രീതി നടത്തുകയും ക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാം ചെയ്താൽ ഈ സമയത്ത് കിട്ടേണ്ട ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ജാതകവശാൽ ഗ്രഹസ്ഥിതിയും ദൃഷ്ടിയും ദശാപഹാരവും അഷ്ടവർഗവും ഒക്കെ അനുസരിച്ചാണ് ഗുണദോഷാനുഭവങ്ങൾ ഉണ്ടാവുക എങ്കിലും ചാരവശാൽ ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് 2025 എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ അവസരം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇടവക്കൂറിലുള്ള നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി ഐശ്വര്യപൂർണവും സന്തോഷപ്രദവുമായ ഒരു വർഷമായിരിക്കും 2025 എന്ന കാര്യം ഉറപ്പിക്കാം.